എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ ആനത്തുമ്പാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലും പറമ്പിലും പാടത്തും ഒക്കെ ഇങ്ങനെ പറമ്പിലാണ് കൂടുതലുണ്ടാവുക കേട്ടോ. ഇങ്ങനെ നിറച്ചുണ്ടാവാറുണ്ട്. നല്ല ഇതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ പൊട്ടിച്ച് ചൊറിയാണ്ട് മേലൊന്നും കൊള്ളാണ്ട് അങ്ങനെ എടുത്തു കേട്ടോ. പക്ഷെ ഇത് വെച്ചാൽ ചൊറിയില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ എന്താ വെച്ചെങ്കിൽ ഇതിനെ നന്നായി കഴുകിയതിന് ശേഷം ഞാനത് കർക്കിടക മാസത്തിൽ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിനെ നന്നായി ഓരോ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് നന്നായി ഓരോന്ന് കഴുകി നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഞാൻ അതിനെ ഇങ്ങനെ അരിഞ്ഞു കേട്ടോ. കത്രിക കൊണ്ട് നമുക്ക് കത്തി കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് അരിഞ്ഞെടുത്ത് ഞാനത് പരിപ്പും പിന്നെ ഈ ഇലയും ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം ഞാനതിനെ കറി വയ്ക്കാനായിട്ട് നാളികേരമൊക്കെ നാളികേരം ജീരകം അരച്ച് ചേർത്ത് നമ്മുടെ ചീരക്കറി ഇല്ലേ അതേമാതിരി തന്നെ ഇത് വയ്ക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ അതുമാതിരി ഇപ്പോഴും വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ വയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ. ഉള്ളവർ ഇതിങ്ങനെ വെച്ച് നോക്കിയോളൂ, നല്ലതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാലൊക്കെ അത് ആ സമയങ്ങളിലൊക്കെ ഭയങ്കര വിറ്റാമിനായിരുന്നു. ഇലക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാമിൻ ഇതാണ് ആയിരുന്നു. ഇപ്പോഴും ഇലക്കറി നല്ലത് തന്നെയാണ്, കിട്ടുമെങ്കിൽ അതൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. മുക്കുറ്റിയുടെ എന്നിട്ട് ഇലയിട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഈ മൂത്രതടസ്സം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് മാറിക്കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഈ ആനത്തുമ്പിയാണ്. നിങ്ങളുടെ ഓരോ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇല കണ്ടാൽ മനസ്സിലായി ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വയ്ക്കാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. വയ്ക്കാറുള്ളവരോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപ്പ് കഴുകിയിട്ട് ഞാൻ ആ കുക്കറിലിടണം കേട്ടോ. ഇത് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പരിപ്പിനോടൊപ്പം തന്നെ ഈ ഇലയും വേവും. അപ്പോൾ ഇലയുടെ ചീര ഇലയൊക്കെ നമ്മൾ കറി വയ്ക്കില്ലേ, പരിപ്പിട്ട് എലിശ്ശേരി വയ്ക്കുക എന്ന് പറയും. അതേപോലെ വയ്ക്കണം കേട്ടോ. അങ്ങനെ അതിൽ കഴുകിയിട്ടു, പരിപ്പ് കഴുകിയിട്ടു. ഇനി ഇതപ്പോൾ ഇല അരിഞ്ഞത് അതിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് പാകത്തിന് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പരിപ്പിട്ടു, വെള്ളം ഒഴിച്ച് പാകത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ട് മുളക് പൊടി പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇട്ട് ഇനി നമുക്ക് വിസിൽ വരുത്താം കേട്ടോ അടച്ചിട്ട്. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും കേട്ടോ എല്ലാവരും. ആദ്യമായി കാണുന്നവരാച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇങ്ങനത്തെ ഇലക്കറിയൊക്കെ നിത്യം ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോഴത്തെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇലക്കറികൾ. എന്തായാലും നാളികേരം ജീരകം കൂടിയിട്ട് ചേർത്ത് 3 വിസിൽ വന്നു. അത് വെന്തു കേട്ടോ. ഉണ്ടോ, അത് വെന്ത്. അപ്പോൾ നാളികേരം ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് നമ്മളതിനെ ഉപ്പിട്ടു കേട്ടോ. അതിൽ ഉപ്പിട്ട് ഇളക്കി പിന്നെ നാളികേരം ജീരകം അരച്ച് ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്തിടണം കേട്ടോ. കടുക് വറുത്തിടണം. ചീര കൂട്ടാൻ വെക്കണ മാതിരിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആനത്തുമ്പ ചൊറിയണതാണെങ്കിലും കൂട്ടാൻ വെച്ചാൽ ചൊറിയില്ല കേട്ടോ. ഉപ്പേരി വെച്ചാലും ചൊറിയില്ല.
നിങ്ങളതുമാതിരി വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. ഇതൊക്കെ കടുക് ഞാൻ വറുത്തിടണം. കടുക് വറുത്തിട്ട് അതിലൊഴിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ റെഡിയായി. അപ്പം ഞാനൊരു ബൗളിലേക്ക് ആക്കി തരാം, കാണിക്കണം കേട്ടോ. എന്താ അങ്ങനെ നമ്മുടെ